നമസ്കാരം. ഇന്നാണ് എമ്പുരാൻ കണ്ടത്. ഇന്നലത്തെ ഒരു ബഹളവും തിരക്കും ഒക്കെ മാറട്ടെ എന്ന് വിചാരിച്ച് ആ കാഴ്ച ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ഐമാക്സിൽ തന്നെ കാണാൻ കഴിഞ്ഞു. തിയേറ്ററിനകത്തിരുന്ന് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മലയാള സിനിമ എവിടെ എത്തി നിൽക്കുന്നു എന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത അഭിമാനം തോന്നും. കാരണം നമ്മൾ ഈ തിയേറ്ററിൽ പോയിരുന്ന് ഈ KGF അതുപോലെ തന്നെ RRR ബാഹുബലിയൊക്കെ കണ്ട് വായും പൊളിച്ചിരുന്നിട്ട് എന്നാണ് നമ്മളിതുപോലൊരു സിനിമ എടുക്കുന്നത്, മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സിനിമ ഉണ്ടാകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ആ ആലോചനകൾക്കെല്ലാമുള്ള ഉത്തരവാണ് എമ്പുരാൻ എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇതുപോലൊരു സിനിമ ആലോചിച്ച് അത് ക്യാമറയിലാക്കി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു. അതും ഇത്രയും വലിയൊരു ബഡ്ജറ്റിലാണ് സിനിമ എത്തുന്നതുകൂടി ആലോചിക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ റിലീസ്, മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പടം, മലയാളത്തിൽ മാത്രമല്ല റിലീസ് ചെയ്ത എല്ലാ ഭാഷയിലും നല്ല കളക്ഷനുമായി പടം മുന്നോട്ട് പോകുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ് എമ്പുരാൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പൃഥ്വിരാജ് സുകുമാരനും മോഹൻലാലിനും ആൻ്റണി പെരുമ്പാവൂരിനും അടക്കം ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ മനുഷ്യർക്കും അഭിമാനിക്കാം. തങ്ങളിത് ആ ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ്. കാരണം എമ്പുരാനെ വെല്ലാൻ ഇനിയൊരു പടം മലയാളത്തിൽ ഉണ്ടാവണം. അത്രയ്ക്ക് സാങ്കേതിക തികവോടെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു മലയാളം പടമാണോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലാണ് ഈ പടം എടുത്തു വച്ചിരിക്കുന്നത്. പടത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള പലരും കണ്ടേക്കാം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. വളരെ മനോഹരമായി മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഉഗ്രം പടമാണ്, മിസ് ചെയ്യേണ്ട. പറഞ്ഞു വന്നത് പടത്തിനെക്കുറിച്ച് ആണെങ്കിലും എമ്പുരാൻ റിലീസായ നിമിഷം മുതൽ തന്നെ എമ്പുരാനിട്ട് പണിയും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ആദ്യത്തെ ഷോ തുടങ്ങിയത് രാവിലെ 6 മണിക്കാണ്. ഷോ തീരേണ്ടത് 9 മണിക്കാണ്. 8 മണിയായപ്പോഴേ നെഗറ്റീവ് റിവ്യൂ എവിടെ നിൽക്കുകയോ വരാൻ തുടങ്ങി. ആരോ മെനക്കെട്ടിരുന്ന് വയ്ക്കുകയാണ്. അങ്ങനെ 1-2 നെഗറ്റീവ് റിവ്യൂ നോക്കുമ്പോൾ 3-4 കൊല്ലം മുമ്പ് റിലീസായ ഏതോ സിനിമയൊക്കെ കണ്ടിറങ്ങിയ ആളുകൾ പടം മോശമാണ്, ആ പടം ഏതാണെന്നറിയില്ല, പടം മോശമാണ് എന്ന് പറയുന്ന റിവ്യൂ എടുത്തിട്ട് എമ്പുരാനെക്കുറിച്ച് ആളുകൾ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നോ നടന്നു കഴിഞ്ഞ ഒരു പടത്തിൻ്റെ റിവ്യൂ ആളുകൾ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന സംഭവം ഇത് രാവിലെ പടം എമ്പുരാൻ്റെ ഫസ്റ്റ് ഷോ അവസാനിക്കുന്ന മുമ്പ് തന്നെ റിലീസാവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ വരുന്നു തമിഴിൽ എന്തെങ്കിലും ചില വെബ്സൈറ്റുകളിൽ പടം പ്രത്യക്ഷപ്പെട്ടു. അത് പിന്നെ ഇതുപോലുള്ള ഏത് വലിയൊരു സിനിമ റിലീസായാലും അപ്പോൾ തന്നെ അതടിച്ചു മാറ്റി വെബ്സൈറ്റ് ഇട്ടില്ലെങ്കിൽ ചില ചേട്ടന്മാർക്ക് ഉറക്കം വരത്തില്ല. ഏതായാലും ഇത്തരത്തിലുള്ള പടങ്ങൾ തിയേറ്ററിൽ പോയി ഇതിനെ കാണാൻ ശ്രമിക്കുക എന്ന് മാത്രം പ്രേക്ഷകരോട് പറയാനുണ്ട്. കാരണം ഒരുപാട് പേരുടെ അധ്വാനവും ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയുള്ള പരിപാടിയാണ്. നമ്മളിത് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞ് മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ വരുന്ന സാധനം അടിച്ചു മാറ്റി അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് മോശമാണ്. അത് ചെയ്യരുത്, ഒരു പടത്തിനും അങ്ങനെ ചെയ്യരുത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് പടത്തിനെതിരെ വ്യാപകമായ കമൻറ്റുകളും പ്രതിഷേധങ്ങളും ബഹിഷ്കരണാഹ്വാനവും ഒക്കെ വന്നു തുടങ്ങി. പടത്തിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്തതിന് എന്നോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ചില യുവ നേതാക്കൾ ഒരു സൈഡിൽ പടം കണ്ടിട്ട് പോരായിരുന്നു പോസ്റ്റർ ഷെയർ ചെയ്ത് എന്നാണ് ആ ചങ്ങായിമാരോടൊക്കെ ചോദിക്കാനുള്ളത്. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ പോസ്റ്റും ഇതാണ്. കാരണം എമ്പുരാൻ ശരിയല്ല, എമ്പുരാൻ രാഷ്ട്രീയം ശരിയല്ല, പടത്തിനെതിരെ പോസ്റ്റർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. തൊട്ട് പിന്നാലെ RSS അടക്കമുള്ള സംഘടനകളുടെ നേതാക്കൾ വരുന്നു. അങ്ങനെ പടത്തിനെതിരെ വ്യാപകമായ രീതിയിൽ പോസ്റ്ററുകളും പോസ്റ്റുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുകയാണ്. സംഗതി എന്താണ്? ഇന്ന് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എമ്പുരാൻ പറയുന്ന ഒരു രാഷ്ട്രീയം, അത് സിനിമയായി കാണണം എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇവർക്കത് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു സിനിമയാണ്, അതൊരു കലാസൃഷ്ടിയാണ്. അതിൽ സംവിധായകൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, തിരക്കഥാകൃത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയുന്നു എന്നല്ലാതെ ഇതിനകത്തൊക്കെ കയറി പിടിച്ചിങ്ങനെ വേളം ഉണ്ടാക്കി തുടങ്ങിയ വല്ല കാര്യമുള്ളൂ. സംഗതി വേറൊന്നുമില്ല. ഒരു വർഗീയ ശക്തി കേരളത്തിൽ വേരോട്ടം നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് ആ സിനിമയുടെ ഒരു പോർഷനിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് വർഗീയ ശക്തി എന്നും പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കലാപത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇതെല്ലാം ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. നിങ്ങളാണെന്ന് ആരും പറയുന്നുമില്ല.
ഞങ്ങളല്ല അത് നിങ്ങൾ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുമല്ല ഞങ്ങളാണ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് പിന്നെ സെൻസർ ബോർഡ് അടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ കണ്ട് ഓക്കെ പറഞ്ഞിറക്കുന്നൊരു സിനിമയല്ലേ. ഇതാരും കാണാതിറങ്ങിയ പടമൊന്നുമില്ലല്ലോ. ഏതായാലും ബഹിഷ്കരണാഹ്വാനങ്ങൾ ഇങ്ങനെ മുറയ്ക്ക് വന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പടം നേരിട്ട് കാണുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടനെ അത് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും MT രമേശ് പറഞ്ഞതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സിനിമയെ സിനിമയായിട്ട് കാണണം. സിനിമയെ കാണാം. സംഘപരിവാറിനെതിരായിട്ട് എത്രയോ സിനിമകൾ നാട്ടിൽ ഇറങ്ങിയിട്ട് സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്തായി പോയി? സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയൂ. കാണാതിരിക്കാം. അങ്ങനെ ഏതെങ്കിലും സിനിമയിൽ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് തകർന്നു പോകുന്നതെന്നല്ല ഞങ്ങൾ. അദ്ദേഹം പറഞ്ഞ് ശരിയാണ്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും സിനിമയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് തകർന്നു പോകുന്നതാണോ ഒരു പ്രസ്ഥാനം? ഒരിക്കലുമല്ല. അതുകൊണ്ട് സിനിമയുടെ വഴിക്ക് വിടുക. പിന്നെ വിമർശിക്കുന്ന ചങ്ങായിമാരോടാണ് ആദ്യം നിങ്ങളിത് പോയി കാണണം കേട്ടോ. റിലീസ് ദിവസം സിനിമ കണ്ടതിൽ ഏതായാലും നിങ്ങളാരും ഇല്ല എന്ന് ഉറപ്പാണ്. കാരണം കേരളത്തിൽ റിലീസ് ചെയ്ത ദിവസം ഒക്കെ ഫാൻ ഷോകളായിരുന്നു കൂടുതൽ, അല്ലെങ്കിൽ കൂടുതൽ ചെറുപ്പക്കാരാണ് ഇത് കണ്ടത്. അവരാരും പറയാത്ത ആരോപണമാണ്. ഉച്ചയായപ്പോൾ ആരെങ്കിലും എന്ന് പറഞ്ഞു കൊടുത്താണ്. അല്ലെങ്കിൽ പിന്നെ ശശികല ടീച്ചറൊന്നും ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ട കാര്യമില്ലല്ലോ. ഈ ശബരിമല പ്രക്ഷോഭ സമയത്ത് ശശികല ടീച്ചർ ശബരിമലയിൽ ഒന്ന് വന്ന് തൊഴുന്നൊക്കെ വലിയ വാർത്ത ചിത്രമൊക്കെ വന്നതാണ്. അതിന് മുമ്പും അതിന് ശേഷവും ടീച്ചറെ ഇന്ന് ശബരിമലയിൽ കണ്ടിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട്. അതൊക്കെ അത് വഴിക്ക് പോട്ടെ, അതിലൊന്നും കാര്യമില്ല. പക്ഷേ ഇത്തരമൊരു സിനിമ ഇറങ്ങുമ്പോൾ, അതും ഇത്രയും അധ്വാനത്തിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പടം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലേക്ക് ഒരു മലയാള ചിത്രം ഇത്ര വലിയൊരു എൻട്രിയൊക്കെ നടത്തുമ്പോൾ കാര്യമറിയാതെ സിനിമ കാണാതെ കണ്ണുമടച്ച് അതിന് വിമർശിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. നേരത്തെയും ഒരുപാട് രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. നമുക്കറിയാം രാഷ്ട്രീയക്കാരെ നിശിതമായി കളിയാക്കുന്ന സന്ദേശമൊക്കെ എത്ര കാലം സൂപ്പർ ഹിറ്റായി ഓടിയ സിനിമകളാണ്. എമ്പുരാൻ എഴുതിയ മുരളി ഗോപി തന്നെ ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ എഴുതിയിട്ടുണ്ട്. ആ സിനിമ പറഞ്ഞ് രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം. അത്യാവശ്യം തിയേറ്ററിൽ ഓടിയ ഒരു സിനിമയാണ്. പിന്നെ രാഷ്ട്രീയക്കാരെ കാരണം സിനിമ ഓടിയിട്ടില്ല എന്ന് പരാതി പറഞ്ഞ ചില സിനിമകളൊക്കെ ഉണ്ട്. ആ സിനിമകളെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. TP 51 വെട്ടും പുഴ മുതൽ പുഴ വരെയുള്ള സിനിമകളൊക്കെ പറയുന്നത് അത് തിയേറ്ററിൽ അത് കാണിക്കാൻ സമ്മതിച്ചില്ലെന്നാണ്. കാണിക്കാൻ സമ്മതിക്കാഞ്ഞിട്ടില്ല, അതൊന്ന് കാണാൻ ആളിഞ്ഞിട്ടാണ്. ആ സിനിമ കണ്ടവർക്ക് വേണം അവാർഡ് കൊടുക്കാൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും എമ്പുരാൻ വലിയ വിജയമാകട്ടെ. എമ്പുരാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയുടെ ഇരിപ്പിടം ഒന്നുകൂടി ഉറപ്പിക്കുന്ന വലിയൊരു പടമാകട്ടെ. ചിത്രത്തിൻ്റെ അണിയർ പ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. പടം കാണാതെ വിമർശിക്കുന്നവരോട് ആദ്യം പോയി സിനിമ കാണൂ, എന്നിട്ട് വിമർശിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി.